ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ 23-ാം തീയതി വെളുപ്പിന് ഞങ്ങൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട്. ഞാനും നിഖിലേട്ടനും കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഒരു 8 മണി ആയപ്പോഴത്തേക്കും നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓം എന്ന് പേരുള്ള ഒരു ബയ്യ വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് എല്ലാം മനസ്സിലായില്ലെങ്കിലും ഒന്നും മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തലയാട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പ്ലേ ഹോട്ടൽ എന്നാണ് ഹോട്ടലിന്റെ പേര് വരുന്നത്. റൂമിൽ കയറാൻ ചെറിയ ഡിലേ ഉള്ളതിനാൽ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി. ഒരുപാട് ഐറ്റംസ് നിരത്തി വെച്ചതുകൊണ്ട് ഏതൊക്കെ എടുക്കണ്ടെന്ന് ആദ്യം തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ കൈ കിട്ടിയതെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി. 4 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് അത്യാവശ്യം സെറ്റപ്പ് ആയിരുന്നു റൂമൊക്കെ. നമ്മുടെ റൂമിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഐറ്റം കണ്ട. അങ്ങനെ ഗൈസ് ഫ്രഷപ്പ് ആയിട്ട് നേരെ ഉറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ഗൈസ് അപ്പോൾ റൂമിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലോ? നമ്മളങ്ങനെ മുംബൈ തെരുവേരങ്ങളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാ അങ്ങനെ നടക്കുന്നത് അറിയോ? നമ്മൾ എന്തിനെങ്കിലും നടക്കുന്ന അറിയോ? എന്ത് രസം. എന്തായാലും ഇവിടുന്ന് ഫുഡ് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറി ചെന്നത് ഒരു ബയ്യൻ്റെ പാനിപ്പൂരി കടയിലേക്കാണ്. പിന്നെ പുള്ളീൻ്റെ കൈയെല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് അടുത്തൊരു ഷോപ്പ്. അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് നീറ്റായിട്ടുണ്ട്. ഉണ്ടോ, ഗ്ലൗ ഒക്കെ ഇട്ട് മച്ചാൻ കുറച്ച് സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കണേ. നമ്മൾ ഈ ഷോപ്പിൽ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോൽ കപ്പ എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. അല്ലേടാ ഭായ്, ആപ്കാ നാം? അഭിഷേക്. ഓക്കെ, രസം പോലെ ഉണ്ട്. രസത്തില് കുരുമുളക് ഇട്ട രസം. ഗൈസ്, അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ജോലെ ടിക്ക്. ഗൈസ്, ഇതാണ് കേട്ടോ ഐറ്റം. കൊള്ളാം, വെറൈറ്റി ഒരു ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചില്ല. അങ്ങനെ അവസാനത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഹെവി ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിച്ച് നേരെ റൂമിൽ പോയി ഗുഡ് നൈറ്റ് ആയി.